ഗൈസ് ഐഫോൺ എൻ്റെ അടുത്ത് കുറേ ദിവസമായി കിടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഇടാം ഐഫോണിനെ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഐഫോണിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇപ്പോൾ ഒരു 12 ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞുതരാം. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായ ടിപ്സ് ആൻഡ് ട്രിക്സ് ആവും. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു ഐഫോൺ മേടിക്കാൻ പോവുകയാണെങ്കിൽ ഈ ഐഫോണിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തെ ട്രിക്ക് നോക്കാന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ വൈഫൈയും ബ്ലൂടൂത്തൊക്കെ ഓൺ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഓഫാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മളിങ്ങനെ ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഓഫ് ആവും. പക്ഷേ നമ്മുടെ ഐഫോണിൽ ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഓഫ് ആവില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ 2 വഴിയുണ്ട്. അപ്പോൾ ആദ്യത്തെ വഴി നോക്കാന്ന് വെച്ചാൽ നമ്മൾ സിരി ആക്ടിവേറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിരിനോട് പറയുക ടേൺ ഓഫ് ബ്ലൂടൂത്ത്, ടേൺ ഓഫ് വൈഫൈ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഷോർട്ട് കട്ട് ക്രിയേറ്റിങ് ആദ്യം നമ്മൾ ഷോർട്ട് കട്ടിൻ്റെ ആപ്ലിക്കേഷനിൽ പോവുക. ഷോർട്ട് കട്ടിൻ്റെ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഈ പ്ലസ് സൈൻ ഉണ്ടല്ലോ, ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ സെർച്ച് ഫോർ ആപ്സ് ആൻഡ് ആക്ഷൻസ് ഉണ്ടാവും. അവിടെ നമ്മൾ വൈഫൈ എന്ന് ടൈപ്പ് ചെയ്തിട്ട് വൈഫൈ എന്ന് ടൈപ്പ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് വൈഫൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ടേൺ വൈഫൈ ഓൺ, പിന്നെ ഇവിടെ ഈ സെറ്റ് ബ്ലൂടൂത്ത് അതും കൂടി ആഡ് ചെയ്യുക. ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഓണുള്ള സ്ഥലത്ത് നമുക്കിവിടെ ഓഫ് കൊടുക്കുക. ഓഫ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, റീനെയിം ചെയ്യാൻ പറ്റും. റീനെയിം കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഇപ്പം ഞാൻ തൽക്കാലം വൈഫൈ ബ്ലൂ ഓഫ് ഇങ്ങനെയാണ് ഞാൻ പേര് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഷെയർ ഉള്ള ബട്ടൺ ഉണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആഡ് ടു ഹോം സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഒരു ഷോർട്ട് കട്ട് ഇവിടെ ഹോം സ്ക്രീനിൽ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വൈഫൈ ബ്ലൂടൂത്ത് ഓൺ ആക്കി വെക്കുക. ഓൺ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും വൈഫൈ കണക്റ്റ് ആവട്ടെ. ഓക്കെ, വൈഫൈ കണക്റ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ ഷോർട്ട് കട്ടിൽ ഒരു സിംഗിൾ ടാപ്പ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ വൈഫൈയും ബ്ലൂടൂത്തും ഒരുമിച്ചും കംപ്ലീറ്റ്ലി ഓഫ് ആവും. കണ്ടില്ലേ, കംപ്ലീറ്റ്ലി ഓഫ് ആവും. അപ്പോൾ ഇതുമാതിരി നമുക്ക് വൈഫൈയും ബ്ലൂടൂത്തും ഓഫ് ആക്കാൻ പറ്റും. രണ്ടാമത്തെ ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ പവർ ബട്ടൺ ഉണ്ടല്ലോ, ഈ പവർ ബട്ടണിൽ ഞാൻ 3 തവണ ഇങ്ങനെ ടാപ്പ് ചെയ്യാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ അതേമാതിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകാൻ വേണ്ടിയിട്ട് അതേമാതിരി ഞാൻ ഈ പവർ ബട്ടണിൽ 3 തവണ ഇങ്ങനെ ടാപ്പ് ചെയ്യുക. അപ്പോൾ കളർ സ്ക്രീനായി. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ആക്ടിവേറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിലേക്ക് അധികം സ്ട്രെയിൻ വരില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ കാണുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് അധികം സ്ട്രെയിൻ വരില്ല. അതേമാതിരി നമ്മുടെ ഫോൺ കുറച്ച് ബോറായി മാതിരി തോന്നും നമുക്ക്. അപ്പോൾ നമുക്ക് ഫോൺ അധികം നോക്കാൻ തോന്നില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി അധികം ഡ്രെയിൻ ആവില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ ആണെങ്കിൽ. ഒക്കെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീന് ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് അക്സസിബിലിറ്റിയിൽ പോവുക. അക്സസിബിലിറ്റിയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ താഴത്തേക്ക് വരിക. താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് അക്സസിബിലിറ്റി ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ കളർ ഫീൽഡ് സെലക്ട് ആവില്ല, ഇതൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പവർ ബട്ടണിൽ ഇങ്ങനെ 3 തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. അതേമാതിരി 3 തവണ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കളറാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഹോം സ്ക്രീനിൽ എന്താ പറയുക, ടോർച്ച് ഉണ്ടാവുമല്ലോ, ടോർച്ച് നമ്മൾ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ടോർച്ച് കത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോർച്ച് ഓഫ് ആക്കണ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ഈ സ്ക്രീനൊന്ന് ലെഫ്റ്റിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്താൽ മതി. അപ്പോൾ ടോർച്ച് ഓഫ് ആവും. ഇപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഐഫോണിൽ. അടുത്ത ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണിൻ്റെ ഫോട്ടോസിൽ വരിക. ഫോട്ടോസിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പൂവിൻ്റെ ഫോട്ടോ എനിക്ക് സ്റ്റിക്കറായിട്ട് ആർക്കെങ്കിലും അയക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇത് സെലക്ട് ആയി കഴിഞ്ഞിട്ട് കോപ്പി ആഡ് സ്റ്റിക്കറായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് വാട്സാപ്പിലേക്കോ ടെലിഗ്രാമിലേക്കോ ഒക്കെ അയക്കാൻ പറ്റും. അതേമാതിരി നമുക്ക് ഈ പൂവ് ഏത് ടൈപ്പ് ഓഫ് പൂവാണ് അറിയണമെങ്കിൽ ഇവിടെ ലുക്കപ്പ് കൊടുക്കുക. ലുക്കപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ കിട്ടുന്നുണ്ടല്ലോ അവിടെ. അപ്പോൾ ഈ പൂവിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ വന്നു കഴിഞ്ഞു. വിക്കിപീഡിയ ഓപ്പൺ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുമാതിരി നമുക്ക് ഏത് ടൈപ്പ് പൂവാണ് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ സ്റ്റിക്കറായിട്ട് അയക്കണമെങ്കിൽ അയക്കാനും പറ്റും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നോക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് ഈ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഫിൽറ്റർ ഒന്ന് മാറ്റാണ്. അപ്പോൾ ഇവിടെ ഒന്ന്
ഈ വിവിഡ് കൂൾ വെച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് കൊടുത്തിട്ട് കുറച്ച് എക്സ്പോഷർ കുറയ്ക്കുകയാണ്. അതേമാതിരി ബ്രില്യൻസ് കുറയ്ക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഡൺ കൊടുക്കുകയാണ്. ഡൺ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഫോട്ടോയിൽ എന്തൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ എനിക്ക് വേറൊരു ഫോട്ടോയിൽ അതേമാതിരി ഇതിലത്തെ എഡിറ്റ്സ് കോപ്പി ചെയ്തിട്ട് വേറെ ഫോട്ടോയിലേക്ക് അയക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഫോട്ടോയിൽ ആ എഡിറ്റ് കോപ്പി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേസ്റ്റ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മുമ്പത്തെ ഫോട്ടോയിൽ എന്തൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എഡിറ്റൊക്കെ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേമാതിരി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലത്തെ വൈഫൈൻ്റെ പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ വൈഫൈയുടെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് വൈഫൈയിൽ പോവുക. വൈഫൈയിൽ പോയിട്ട് ആ വൈഫൈയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ഉണ്ടല്ലോ, ആ പാസ്വേഡിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഐ ഡി ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഫേസ് ഐ ഡി ചോദിക്കുന്നുണ്ട്. ആ ഫേസ് ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ ഫേസ് ഐ ഡി കൊടുക്കുന്നില്ല. ഫേസ് ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് പാസ്വേഡ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അത് കാണാൻ പറ്റും. ഒരു ട്രിക്ക് നോക്കാൻ വെച്ചാൽ ഇപ്പോൾ ഗൂഗിളിൽ പോയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ സെർച്ച് ചെയ്യണം. ഫോർ എക്സാമ്പിളിന് വേണ്ടി നത്തിങ് ഫോൺ 2 ഞാൻ സെർച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോട്ടോ എനിക്ക് ഇതിലത്തെ മൾട്ടിപ്പിൾ ഫോട്ടോസ് എനിക്ക് ആർക്കെങ്കിലും അയക്കണം. ഫോർ ഇൻ വാട്സാപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഈ മൾട്ടിപ്പിൾ ഫോട്ടോസ് എനിക്ക് അയക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഓരോരോ ഫോട്ടോ സെലക്ട് ചെയ്യും, മീൻസ് ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗാലറിയിൽ സേവ് ചെയ്തിട്ടാണ് അയക്കുക. അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ ഒക്കെ ഞാൻ ഒന്ന് സെലക്ട് ചെയ്യാണ്. ഈ ഫോട്ടോ ഒക്കെ ഞാൻ സെലക്ട് ചെയ്തില്ല. ഇപ്പോൾ 9 ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വാട്സാപ്പ് ഉണ്ടാവുമല്ലോ, വാട്സാപ്പിൽ വന്നിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഫോട്ടോ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു കണ്ടില്ലേ. എന്നിട്ട് അത് നമുക്കിവിടെ സിംപ്ലി ഇങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേമാതിരി നമുക്ക് ഗാലറിയിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗാലറിയിൽ പോയിട്ട് ഇപ്പോൾ ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തൊന്ന് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് ഏതൊക്കെ ഫോട്ടോ ആണ് എനിക്ക് അയക്കേണ്ടത് ആ ഫോട്ടോ ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതേമാതിരി വാട്സാപ്പിൽ പോവുക. വാട്സാപ്പിൽ പോയിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഒക്കെ എനിക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് അയക്കാൻ പറ്റും, ഒരുമിച്ച് അയക്കാൻ പറ്റും കണ്ടില്ലേ. അപ്പോൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് വാട്സാപ്പിലോ ടെലിഗ്രാമിലേക്ക് അയക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേമാതിരി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേഴ്സൺ ഫോട്ടോ നിങ്ങളുടെ ഫോണിൻ്റെ ഗാലറിയിലുണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ 3 ഡോട്ട് ഉണ്ടാവും. 3 ഡോട്ടിൽ പോയിട്ട് ഇവിടെ നമുക്ക് ഹൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹൈഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹൈഡ് ഫോട്ടോ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പബ്ലിക് ഗാലറിയിൽ നിന്ന് മാറി കഴിഞ്ഞു. അപ്പോൾ ഈ ഹിഡൻ ഫോട്ടോ നമുക്ക് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് താഴത്തേക്ക് പോവുക. ഇവിടെ ഹിഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഐ ഡി ചോദിക്കും. ഫേസ് ഐ ഡി കൊടുത്താൽ മാത്രമേ ഈ ഹിഡൻ ഗാലറി തുറക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ കണ്ടില്ലേ, ഇപ്പോൾ ഫേസ് ഐ ഡി കിട്ടുന്നില്ല, അതുകൊണ്ട് ഇത് ഓപ്പൺ ആവണില്ല. ഒന്നുകൂടി ഞാൻ ഫേസ് ഐ ഡി കൊടുക്കുമ്പോൾ ഉണ്ടല്ലേ ഇവിടെ നമ്മുടെ ഗാലറിയിൽ ആ ഹിഡൻ ആയ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. അതേമാതിരി ഈ ഹിഡൻ ആയ ഫോട്ടോ അൺഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അൺഹൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അത് അൺഹൈഡ് ആവും. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ട്രിക്ക് നോക്കാമെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് അക്സസിബിലിറ്റിയിൽ പോവുക. അക്സസിബിലിറ്റിയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ സൗണ്ട് റെക്കഗ്നൈസേഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. 26.3 MB ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുറേ ഓപ്ഷൻ വരും. അപ്പോൾ ഈ ഓപ്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പാട്ട് കേൾക്കുക അല്ലെങ്കിൽ മൂവീസ് നല്ല ഹെവി സൗണ്ട് കേൾക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും ഡോർ ബെല്ലോ അല്ലെങ്കിൽ നോക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഡോഗ് ബാർക്ക് ചെയ്യണമെങ്കിലോ അങ്ങനെയൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ഡോറൊക്കെ നോക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഐഫോൺ നമുക്ക് നോട്ടിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഡോർ നോക്ക് അത് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഡോർ ബെല്ല് അത് ഓണാക്കി വയ്ക്കാം. അതേമാതിരി കാർ ഹോൺ അത് ഓണാക്കി വയ്ക്കുക. അപ്പോൾ ആരെങ്കിലും പുറത്തുനിന്ന് കാറിൻ്റെ ഹോൺ വിളിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും. അതേമാതിരി ഡോർ ബെൽ ആരെങ്കിലും പ്രസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. അതേമാതിരി ഡോറിൽ ആരെങ്കിലും നോക്കിയാന്ന് വെച്ചാൽ ആ സൗണ്ടൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതൊരു യൂസ്ഫുള്ളായ ഫീച്ചറാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത് നിങ്ങളൊന്ന് ഓണാക്കി വയ്ക്കുക. പിന്നെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് അബൌട്ട് ഐഫോൺ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളൊരു ഐഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ
മേടിച്ച് കഴിഞ്ഞിട്ട് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്